ക്രിസ്തു ശിഷ്യനായ വിശുദ്ധ തോമാശ്ലീഹായോളം പഴക്കമുള്ള പാരമ്പര്യവും പേറി ഭാരതത്തിൻ്റെ ക്രിസ്തീയ സഭാ ചരിത്രത്തിൽ ഏറ്റവും പ്രഥമമായ സ്ഥാനം അലങ്കരിക്കുന്ന സീറോ മലബാർ സഭയുടെ കേരള തലസ്ഥാന നഗരിയിലുള്ള ആധ്യാത്മിക സ്വാധീനം വിളിച്ചോതുന്ന ദേവാലയമാണ് തിരുവനന്തപുരം ലൂർദ് ഫൊറോനെ ദേവാലയം. കേരളത്തിൻ്റെ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്തെ സീറോ മലബാർ സഭയുടെ അജപാലന കേന്ദ്രമാണ് തിരുവനന്തപുരം ലൂർദ് ഫൊറോന ദേവാലയം. 1959 ഫെബ്രുവരി 11 ദൈവദാസനായ കാവുകാട്ട് പിതാവ് ലൂർദ് മാതാവിൻ്റെ തിരുനാൾ ദിനത്തിൽ ആശീർവദിച്ച ഈ ദേവാലയം കേരളത്തിൻ്റെ ലൂർദ് എന്നാശീർവദിച്ചാണ് പ്രതിഷ്ഠിച്ചത്. കാലാകാലങ്ങളിൽ വിവിധങ്ങളായ ആവശ്യാർത്ഥം തലസ്ഥാന നഗരിയിലേക്ക് ചേക്കേറിയ സഭാമക്കളുടെ ആധ്യാത്മികമായ ആവശ്യാർത്ഥം 1958 നിർമ്മിക്കപ്പെട്ട ദേവാലയമാണ് ലൂർദ് ഫൊറോനെ ദേവാലയം. വിശ്വപ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ ലൂർദിൽ പരിശുദ്ധ ദൈവമാതാവ് ആദ്യമായി പ്രത്യക്ഷപ്പെട്ടതിൻ്റെ ശതാബ്ദി ആഘോഷവേളയിൽ കേരള തലസ്ഥാന നഗരിയിലെ സീറോ മലബാർ സഭാ മക്കൾക്ക് അന്നത്തെ ചങ്ങനാശ്ശേരി മെത്രാപ്പോലീത്ത മാർ മാത്യു കാവുകാട്ട് പിതാവ് നൽകിയ സമ്മാനമായിരുന്നു തിരുവനന്തപുരം ഇടവക. മാർ തോമാശ്ലീഹായുടെ പ്രേക്ഷിത പ്രവർത്തനം മൂലം രൂപം കൊണ്ട സീറോ മലബാർ സഭയ്ക്ക് ഭാരതം മുഴുവനെയും ക്രിസ്തുവിലേക്ക് ആനയിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു എങ്കിലും 16-ാം നൂറ്റാണ്ടിലുണ്ടായ കൊളോണിയൽ അധിനിവേശത്തിൻ്റെ ഫലമായി ഉരുത്തിരിഞ്ഞ ചില സാഹചര്യങ്ങൾ നിമിത്തം അതിൻ്റെ പ്രവർത്തന മേഖല ഭാരതപ്പുഴയ്ക്കും പമ്പാ നദിക്കും ഇടയിലായി ഒതുക്കി ഇടപെടുകയാണുണ്ടായത്. ഈശോയുടെ 12 അപ്പസ്തോലന്മാരിൽ ഒരാളായ തോമാശ്ലീഹായിലൂടെ ഭാരതത്തിൽ ക്രൈസ്തവ വിശ്വാസം ജനിച്ചു. ഒരു ശക്തമായ മാർത്തോമ ക്രിസ്ത്യാനികളുടെ വിശ്വാസ സമൂഹം രൂപപ്പെട്ടു. തോമാശ്ലീഹ സ്ഥാപിച്ച 7 പള്ളികളിൽ ഒന്ന് ഈ തെക്കൻ മേഖലയിലെ കൊല്ലത്താണ്. എന്നാൽ 16-ാം നൂറ്റാണ്ടിന് ശേഷം സീറോ മലബാർ സഭാമക്കൾക്ക് അവരുടെ അജപാലന പ്രവർത്തന അതിർത്തി പമ്പയ്ക്കും ഭാരതപ്പുഴയ്ക്കും ഇടയിലായി ചുരുക്കപ്പെട്ടു. സീറോ മലബാർ സഭയ്ക്ക് പമ്പയ്ക്ക് തെക്കോട്ട് ശുശ്രൂഷാധികാരമില്ലാതിരുന്ന ഒരു കാലഘട്ടമാണ് 1955 വരെയും. മുത്തോനും ഫിദേലിയും എന്ന ഡിക്രിയിലൂടെയാണ് മാർപ്പാപ്പ ഈ അധികാരം നൽകുകയും കന്യാകുമാരി വരെ ശുശ്രൂഷാധികാരം വികസിപ്പിച്ച് എടുക്കുകയും ചെയ്തതിൻ്റെ അതിൻ്റെ 60-ാം വാർഷികമാണ് ഈ കഴിഞ്ഞ കാലയളവിൽ ആഘോഷമായിട്ട് ആചരിച്ചത്. അതിനെ തുടർന്നാണ് ഈ തെക്കൻ പ്രദേശങ്ങളിൽ സീറോ മലബാർ സഭയ്ക്ക് ഇടവുകൾ ഉണ്ടാകാനിടയായത്.
ജീവിതത്തിൻ്റെ പുതിയ മേച്ചിൽപ്പുറങ്ങളും തേടി ഈ പരിധികൾക്കും അപ്പുറത്തേക്ക് സഞ്ചരിച്ചു കൊണ്ടിരുന്ന സഭാമക്കൾക്ക് പുതിയ ഇടങ്ങളിൽ വച്ച് ആധ്യാത്മിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി സ്വന്തം ആരാധനാലയങ്ങളെ കെട്ടിപ്പടുക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം പോലും നിഷേധിക്കപ്പെട്ടിരുന്നു. ഫ്രാൻസിലെ ലൂർദിൽ പരിശുദ്ധ മാതാവ് 3 കുട്ടികൾക്ക് പ്രത്യക്ഷമായി. അവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന അനേകർക്ക് മാതാവിൻ്റെ മധ്യസ്ഥതയിൽ വലിയ അത്ഭുതങ്ങളുണ്ടായി. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമാണ് ലൂർദ്. ആ ലൂർദിലെ മാതാവ് പ്രത്യക്ഷപ്പെട്ടതിൻ്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ചാണ് ഈ തിരുവനന്തപുരത്ത് ഈ ദേവാലയം രൂപപ്പെട്ടത്. സീറോ മലബാർ സഭയിലെ വിശ്വാസികളുടെ വിശ്വാസത്തിൽ കടഞ്ഞെടുത്ത പ്രാർത്ഥനാ നിർഭരമായ കാലഘട്ടങ്ങൾ 1955 ഏപ്രിൽ 29-ാം തീയതി എത്തിയപ്പോൾ റോമിലെ പരിശുദ്ധ സിംഹാസനത്തിൽ നിന്നും പുറപ്പെടുവിച്ച പ്രമാണരേഖയിലൂടെ സീറോ മലബാർ സഭയുടെ അതിർത്തികൾ ഭാരതപ്പുഴയ്ക്ക് വടക്കോട്ടും പമ്പയ്ക്ക് തെക്കോട്ടും വികസിപ്പിക്കുകയാണ് ഉണ്ടായത്. മുൾത്തൂരും ഫിലേദിയും എന്ന ഡിക്രി വഴി ചങ്ങനാശ്ശേരി അതിരൂപതയുടെ അതിർത്തി പമ്പാനദിക്ക് തെക്കോട്ട് കന്യാകുമാരി വരെയും സേപ്പെ ഫിലേദിയും എന്ന തിരുവെഴുത്ത് വഴി തൃശൂർ രൂപതയുടെ അതിർത്തി കോയമ്പത്തൂർ പ്രദേശങ്ങൾ വരെയും വിപുലമാക്കി. ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ഈ തെക്കൻ മേഖലയുടെ അജപാലന പ്രവർത്തനങ്ങളെ ക്രോഡീകരിക്കുന്ന കേന്ദ്രമാണ് തിരുവനന്തപുരം ലൂർദ് ഇടവക. നാം സമ്പാദിക്കുന്ന സമ്പാദ്യങ്ങളൊന്നും നിലനിൽക്കയില്ലെന്ന് നമുക്കറിയാവുന്നു. ഞാൻ ഈയിടെ വായിച്ചപ്പോൾ ഒരു വലിയ മഹാൻ എഴുതിയിട്ടുള്ള മനുഷ്യൻ തൻ്റെ ചെറുപ്പകാലത്ത് ആരോഗ്യം നഷ്ടപ്പെടുത്തി പണം സമ്പാദിക്കുന്നു. പക്ഷെ പ്രായമായി വരുമ്പോൾ സമ്പാദിച്ച പണം ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി ചെലവഴിക്കും. അവസാനം ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ചെന്നെത്തിയും. ശരിയല്ലേ? അത് ഇടവകയുടെ ആരംഭത്തിൽ 100ഓളം കുടുംബങ്ങൾ മാത്രമായിരുന്നു ഇടവകാംഗങ്ങളായി ഉണ്ടായിരുന്നത് എങ്കിലും കാലക്രമത്തിൽ നഗരത്തിലെ വിവിധ ദേവാലയങ്ങളിൽ മതജീവിതം നയിച്ചിരുന്ന സീറോ മലബാർ ക്രമവിശ്വാസികൾ വിശ്വാസ ആവശ്യങ്ങൾക്കായി ലൂർദ് ഇടവകയിലേക്ക് വന്നെത്തുകയും അപ്രകാരം അത് വലിയൊരു സമൂഹമായി രൂപാന്തരപ്പെടുകയും ചെയ്തു. ആയിരത്തി 1959 ആണ് കാവുകാട്ട് പിതാവ് ഈ ലൂർദ് പള്ളി സ്ഥാപിച്ച് ഇവിടെ അജപാന ശുശ്രൂഷ ആരംഭിക്കുന്നത്. അതിനുശേഷം ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹത്തിൽ വളരെ ദ്രുതഗതിയിലുള്ള വളർച്ചയാണ് തലസ്ഥാന നഗരിയിൽ നമുക്ക് കാണുന്നത്. അന്ന് ഏതാണ്ട് ചെറിയ സമൂഹമായി ആരംഭിച്ച സീറോ മലബാർ സഭാ സമൂഹം ഇന്ന് ഏതാണ്ട് 20ഓളം ദേവാലയങ്ങളായിട്ട് വളർന്ന് വികസിച്ചിരിക്കുന്നു. സിറ്റിയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുകയും ജോലിക്കും മറ്റുമായി സെക്രട്ടേറിയറ്റും മറ്റ് ഉദ്യോഗം തേടി വരുന്ന ആളുകൾക്ക് അഭയകേന്ദ്രമായി ആദ്യം സ്ഥാപിക്കപ്പെട്ടതാണ് ലൂർദ് ഫൊറോന ഇടവക. ഫൊറോന ആയിട്ട് പിന്നീടാണെങ്കിലും ആദ്യം ഒരു കൊച്ചു പള്ളിയും കുറേ ആളുകളുമായിട്ട് ആരംഭിച്ചതാണ്
ഇന്ന് വളർന്നു വികസിച്ച് ഈ ഫൊറോന പള്ളിയുടെ കീഴിലെ 11 മറ്റ് ഇടവുകളുമായിട്ട് പരിണമിച്ചിട്ടുള്ളത്. സർവ്വരുമൊന്നായി പാടിയിടട്ടെ. 1959 സ്ഥാപിക്കപ്പെട്ട ലൂർദ് ഇടവകയിൽ ഇന്ന് 1600-ൽ പരം കുടുംബങ്ങൾ ഇടവകാംഗങ്ങളായി ഉണ്ട്. ഇതുകൂടാതെ ഈ ഇടവകയിൽ നിന്നും രൂപം കൊണ്ട നഗരത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന മറ്റ് 6 ഇടവകകളിലായി സീറോ മലബാർ സഭയിൽപ്പെട്ട 1000-ഓളം കുടുംബങ്ങൾ വേറെയും ഉണ്ട്. വിവിധ സബ് സെൻ്ററുകളും ഇവിടെയുണ്ട്. വ്യത്യസ്തമായിട്ടുള്ള സ്ഥലങ്ങളിൽ എല്ലാവർക്കും ഈ ലൂർദ് ഇടവകയിൽ ഒന്നിച്ചു കൂടാൻ സാധിക്കാത്ത അവസരങ്ങളുള്ള സാഹചര്യത്തിൽ ചില സബ് സെൻ്ററുകളിലൂടെ, പ്രത്യേകിച്ച് കണ്ണമ്മൂല സബ് സെൻ്റർ, കേശവദാസപുരം സബ് സെൻ്റർ, നിർമ്മലാഭവൻ സബ് സെൻ്റർ എന്ന് പറഞ്ഞുകൊണ്ട് ഭാവിയിൽ ഇടവകളായിട്ട് തീരാൻ സാധിക്കുന്ന വിധത്തിലാണ് ഈ വിധത്തിലുള്ള ക്രമീകരണം വെച്ചിരിക്കുന്നത്. തിരുവനന്തപുരം ലൂർദ് ഇടവകയുടെ പ്രത്യേകത ഒരുപക്ഷെ കേരളത്തിലെ മറ്റൊരു ഇടവകയ്ക്കും കണ്ടെത്താൻ കഴിയാത്ത ഒരു അനന്യമായ പ്രത്യേകത, കേരളത്തിലെ എല്ലാ രൂപതകളിൽ നിന്നുള്ള വിശ്വാസി സമൂഹത്തിൻ്റെ ഒരു കൂട്ടായ്മയുടെ ഇടമാണ് തിരുവനന്തപുരം ലൂർദ് ഇടവക. തിരുവനന്തപുരം നഗരമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ലൂർദ് ഇടവക ദേവാലയം സീറോ മലബാർ സഭയിലെ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ തെക്കൻ മേഖല അജപാലൻ ആസ്ഥാനം കൂടിയാണ്. ഒരുപക്ഷെ മറ്റ് ഇടവകളിൽ നിന്ന് വ്യത്യസ്തമായി വിവിധ പ്രദേശങ്ങളിൽ നിന്നും സാഹചര്യങ്ങളിൽ നിന്നും വന്ന ദൈവവിശ്വാസ ഗണമാണ് ഈ ഇടവകയുടെ സമ്പത്ത്. അതുകൊണ്ട് തന്നെ മറ്റ് പല സ്ഥലങ്ങളിൽ നിന്നും വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ നിന്ന് വന്നവരായതുകൊണ്ട് തന്നെ വിവിധങ്ങളായ സംസ്കാര രീതികൾ, ആചാരാനുഷ്ഠാനങ്ങൾ ഇവർക്ക് സ്വന്തമായിട്ടുള്ളത് കൊണ്ട് വളരെ വ്യത്യസ്തമായ ഒരു അജപാലന ശുശ്രൂഷയും ഇവിടെ ആവശ്യമാണ്. ഇവിടേക്ക് 1955 ആ സമയത്തോടു കൂടെയാണ് ഇവിടേക്ക് ഒരു കുടിയേറ്റം തന്നെ ഉണ്ടാകുന്നത്. ജോലിക്കും വിവിധ ആവശ്യങ്ങൾക്കുമായിട്ട് കേരളത്തിലെ ഒട്ടുമിക്ക രൂപതകളിൽ നിന്നുമുള്ള വ്യക്തികളുടെയും കുടുംബങ്ങളുടെയും ഒക്കെ സ്വാധീനം ഇന്ന് ഈ ഇടവകയിലുണ്ട്. ഫൊറോന പള്ളികൾ അതിൻ്റെ കീഴിലെ ഇടവകളും ഒന്നു ചേരുന്നതാണ് തെക്കൻ മേഖല എന്ന് പറയും. അമ്പൂരി ഫൊറോനയുടെ കീഴിലുള്ള 8 ഇടവകൾ, കൊല്ലം ഫൊറോനയുടെ കീഴിലുള്ള 11 ഇടവകൾ, ഇവിടെ ഈ ഫൊറോന പള്ളിയുടെ കീഴിലുള്ള 11 ഇടവകൾ ഒന്നു ചേരുന്നതാണ് തെക്കൻ മേഖല. ഇതിൻ്റെ ഭാഗമായിരുന്ന കന്യാകുമാരി മിഷൻ പിന്നീട് ഭാവിയിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ തക്കല രൂപതയായിട്ട് രൂപപ്പെടുകയും അത് ഒരു ഇൻഡിപെൻഡൻ്റ് രൂപതാ തലത്തിലേക്ക് വളരുകയും ചെയ്തുവെന്നും എടുത്തു പറയാവുന്ന കാര്യമാണ്.
1980 ലൂർദ് ഇടവക ഫൊറോന പദവിയിലേക്ക് ഉയർത്തപ്പെടുകയും ഇടവകാംഗങ്ങളുടെ അംഗസംഖ്യ വർദ്ധിക്കുകയും ചെയ്തതോടുകൂടി ഇന്നു കാണുന്ന പുതിയ ദേവാലയം നിർമ്മിക്കുകയാണുണ്ടായത്. ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ബലിഷ്ഠമായ അടിത്തറയായി നിലകൊള്ളുന്ന രക്ഷയുടെയും ഉദ്ധാനത്തിൻ്റെയും പ്രതീകമായ കുരിശിൻ്റെ ആകൃതിയിലാണ് ലൂർദ് ഫൊറോനെ ദേവാലയം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. തലസ്ഥാന നഗരിയിൽ ദൈവാനുഗ്രഹത്തിൻ്റെ പ്രഭ ചൊരിഞ്ഞ് പ്രൗഢിയോടെ നിൽക്കുന്ന ലൂർദ് ദേവാലയം അത് നിർമ്മിച്ചിരിക്കുന്നത് ഭാരതീയമായ ശൈലിയും അതുപോലെ തന്നെ പൗരസ്ത്യമായ സീറോ മലബാർ സഭയുടെ ദേവാലയ ഘടനയുടെ ശൈലിയും ചേർന്ന് നിർമ്മിച്ചിരിക്കുന്ന ഒരു മനോഹരമായ ദേവാലയമാണ്. നമ്മളുടെ ദേവാലയ ഘടനയിൽ ഈ ഭൂമിയിൽ സ്വർഗത്തിൻ്റെ സാന്നിധ്യം പ്രദാനം ചെയ്യുകയും സ്വർഗവും ഭൂമിയും ഒന്നു ചേരുന്ന ഇടമായിട്ടാണ് ദേവാലയം. ആ ദേവാലയ ഘടനയെ അടയാളങ്ങളിലൂടെ പ്രതീകങ്ങളിലൂടെ വളരെ മനോഹരമായിട്ട് അത് വെളിപ്പെടുത്തുന്നു. ഇവിടെ നടക്കുന്ന എല്ലാ ചാരിറ്റി പ്രവർത്തനങ്ങളും ജീവകാരുണ്യ കമ്മിറ്റി എന്ന ഒരു കമ്മിറ്റിയുടെ ബേസിലാണ് നടക്കുന്നത്. അതിനകത്ത് ലൂർദ് മാതാ കെയർ, ക്രിസ്തു ജയന്തി ചാരിറ്റബിൾ സൊസൈറ്റി, മാതൃജ്യോതിസ് പിതൃവേദി, ലൂർദ് വിമൻസ് അസോസിയേഷൻ എന്നീ സംഘടനകളിലൂടെ നമ്മൾ പറ്റുന്ന വിധത്തിലുള്ള എല്ലാ സഹായങ്ങളും നമ്മൾ വേണ്ട ആൾക്കാർക്ക് ചെയ്തു കൊടുക്കും. അനേകം ആളുകൾ വളരെ വികാരത്തോടുകൂടി ഈ ദേവാലയത്തെക്കുറിച്ച് പറയുന്നത് ഈ ലൂർദ് മാതാവിൻ്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒത്തിരി ആശ്വാസം ലഭിക്കുന്നു. കഴിഞ്ഞ 8 നോമ്പ് തിരുനാളിൽ തന്നെ ഏതാണ്ട് 200-ന് മുകളിൽ കുടുംബങ്ങൾ, ദമ്പതികൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അനേകർ സന്തോഷത്തോടു കൂടി ഒന്ന് പങ്കുവെച്ചു. അവർക്ക് ദൈവം മക്കളെ കൊടുത്ത് അനുഗ്രഹിച്ചു. അവരുടെ ഒത്തിരി തടസ്സങ്ങളുടെ മേൽ ഈ ദേവാലയത്തിൽ വന്ന് ലൂർദ് മാതാവിൻ്റെ ഗ്രോട്ടോയിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒത്തിരി ദൈവത്തിൻ്റെ ഇടപെടൽ അവർക്ക് ലഭിക്കുന്നു. വിവാഹ തടസ്സങ്ങൾ മാറുന്നു. ജോലി മേഖലയിലെ
ദൈവത്തിൻ്റെ ഇടപെടലുണ്ടാകുന്നു. ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന അനേകർക്ക് ദൈവം അവരുടെ മേൽ കരുണ വെളിപ്പെടുത്തുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ പരിശുദ്ധ അമ്മയുടെ ഒത്തിരി അനുഗ്രഹങ്ങൾ ഇവിടെ ചുരിയപ്പെടുന്നു. ലൂർദ് മാതാവിനോട് ഒരു വലിയ ഭക്തി ആളുകളിൽ ആഴമായിട്ടുണ്ട്. എല്ലാ ശനിയാഴ്ചകളിലും ലൂർദ് മാതാവിനോട് നൊവേന, ലൂർദ് മാതാവിൻ്റെ ഗ്രോട്ടോയിൽ നൂറുകണക്കിന് ആളുകൾ ഒന്നിച്ചുകൂടി അവിടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ എല്ലാ ദിവസവും പ്രഭാതത്തിൽ ജോലിക്ക് പോകുന്നതിന് മുമ്പ്, അവന് സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പ് അനേകം ആളുകൾ അവിടെ വന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിച്ച് ഭവനങ്ങളിലേക്ക്, ജോലി സ്ഥലങ്ങളിലേക്ക് പോകുന്നു. ഒന്നുമില്ലായ്മയിൽ നിന്നും സ്വപ്നങ്ങളെ നെയ്തെടുക്കുകയും അവയ്ക്ക് അതിമനോഹരങ്ങളായ ആകാരവടിവുകളെ കടഞ്ഞെടുക്കുകയും എല്ലാറ്റിനും മുകളിൽ സ്വന്തം പ്രതീകമായി മഴവില്ലുകളെ വാർത്തുവെക്കുകയും ചെയ്ത സർവേശ്വരൻ്റെ അനുഗ്രഹം എല്ലാ സൃഷ്ടികളിലേക്കും പകർന്നു നൽകിക്കൊണ്ട് ലൂർദ് ഫൊറോനെ ദേവാലയം തലസ്ഥാന നഗരിയെ പ്രഭാപൂരിതമാക്കി അനസ്യൂതം നിലകൊള്ളുന്നു.